ഹായ് എവ്രി വൺ, വെൽക്കം ടു തമിഴ് കേരളം. അപ്പോൾ ഇന്നത്തേത് ഒരു ക്ലീനിങ് വീഡിയോ ആണ്. കിച്ചൺ ക്ലീനിങ്. അത് മാത്രമല്ല, കുറച്ച് ഓർഗനൈസിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാനിന്ന് കാലത്ത് തന്നെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ ലഞ്ചും പെട്ടെന്ന് തന്നെ ഞാൻ ഉണ്ടാക്കി. കാരണം ഇന്ന് ക്ലീനിങ് ആകുമ്പോൾ കുറച്ച് സമയം വേണമല്ലോ ക്ലീൻ ചെയ്യാനൊക്കെ. അതുകൊണ്ട് എല്ലാം നേരത്തെ തന്നെ ഞാൻ ഫിനിഷ് ചെയ്തു. അപ്പോൾ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും കിഴങ്ങ് കറിയുമാണ്, ഉരുളക്കിഴങ്ങ് കറിയും. അതുപോലെ ഉച്ചയ്ക്ക് വളരെ സിമ്പിളായിട്ട് മുട്ട ബിരിയാണിയും ഉണ്ടാക്കി. അപ്പോൾ സ്കൂളിലേക്ക് മോന് സ്കൂളിലേക്കും അതാണ് കൊടുത്തയച്ചത്. ഇന്ന് കാലത്ത് എനിക്ക് ക്ലീനിങ് പ്ലാനൊന്നും ഇല്ലായിരുന്നു. ക്ലീൻ ചെയ്യണമെന്ന് ഐഡിയയും ഇല്ല. പക്ഷേ ഇന്ന് കാലത്ത് മിക്സി അടിച്ചപ്പം എല്ലായിടത്തും തൂവിയിട്ടുണ്ടായിരുന്നു. മിക്സിയിൽ മാത്രമല്ല, തൊട്ടടുത്ത് ഉണ്ടായിരുന്ന ചോപ്പറും അതുപോലെ കുട്ടോപ്പ് എല്ലാം തൂവിയിട്ടുണ്ടായിരുന്നു. അപ്പം ക്ലീൻ ചെയ്തല്ലേ പറ്റൂ. അപ്പം ഞാൻ വിചാരിച്ചിരുന്നു അപ്പം മൊത്തമായിട്ട് കിച്ചൺ ഫുള്ളായിട്ട് ഇന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് കരുതി. അങ്ങനെ ഡീപ്പ് ക്ലീനിങ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ മിക്സിയൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുടയ്ക്കുന്നതാണ്. ദിവസം ഒരു പ്രാവശ്യം ചെറുതായിട്ട് ഇങ്ങനെ തുടച്ചു കൊടുത്താലും ചെറിയ അഴുക്കൊക്കെ അവിടെ ഇവിടെ ഉണ്ടാവും. ഞാനിന്ന് എല്ലായിടത്തും മിക്സിയിൽ അകത്തും പുറത്തും, അകത്തെന്ന് വെച്ചാൽ നമ്മൾ ജാറ് വയ്ക്കുന്നില്ലേ, അവിടെയൊക്കെ എല്ലാം ക്ലീനാക്കി തുടച്ചു കൊടുത്തിട്ടുണ്ട്. ആ സ്ഥലം നമ്മൾ എന്നും തുടയ്ക്കാറില്ല, പുറവശം മാത്രം നമ്മൾ എന്നും തുടയ്ക്കാറുണ്ട്. അപ്പോൾ ഞാൻ അകത്തൊക്കെ തുടച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചോപ്പറിലും ഒരുപാട് തൂവിയിട്ടുണ്ടായിരുന്നു, അതും നീറ്റായിട്ട് തുടച്ചു കൊടുത്തിട്ടുണ്ട്. ചോപ്പർ ഞാൻ കൂടുതലും യൂസ് ചെയ്യാറില്ല. എന്തെങ്കിലും സവാള കുഞ്ഞായിട്ട് അരിയണമെങ്കിൽ മാത്രമാണ്. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി തല്ലാനും ഞാൻ ഈ ചോപ്പർ യൂസ് ചെയ്യാറുണ്ട്. അല്ലാതെ കൂടുതലായിട്ട് ഞാനിത് യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇത് നന്നായിട്ട് വാഷാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തുള്ള ബ്ലേഡും അതുപോലെ എല്ലാം കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മിക്സിയും ചോപ്പറും കഴുകി ഞാൻ സ്ഥലം മാറ്റി വയ്ക്കുവാണ്. അത് കഴിഞ്ഞിട്ട് പാത്രങ്ങൾ കഴുകിയെടുക്കുവാണ്. അപ്പോൾ പാത്രങ്ങൾ കഴുകിയെടുക്കുമ്പോൾ തന്നെ നമുക്ക് പകുതി കിച്ചൺ നല്ലോണം ക്ലീൻ ആയതുപോലെ തോന്നും. പാത്രങ്ങളാണല്ലോ കൂടുതലും അവിടെ ഇവിടെയായിട്ട് കിടക്കുന്നത്. പിന്നെ കൂടുതലുള്ള കിച്ചണിൽ കൂടുതലായിട്ടുള്ള ഒരു ജോലിയും പാത്രം കഴുകലാണ് എന്നെ സംബന്ധിച്ച്. അപ്പം ഞാൻ ആദ്യം മിക്സിയും ചോപ്പറൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകിയെടുക്കുവാണ്. ഇത് കഴുകി മാറ്റിയതിന് ശേഷമാണ് നമുക്ക് കുക്ക് ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുക. അപ്പോൾ പാത്രങ്ങളെല്ലാം നീറ്റായിട്ട് കഴുകി. പാത്രങ്ങൾ കഴുകി മാറ്റിയപ്പോൾ തന്നെ ഒരു സൈഡ് സ്ലാബ് മൊത്തം നീറ്റായതുപോലെ തോന്നി. അത് കഴിഞ്ഞിട്ട് സ്റ്റൗ തുടയ്ക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഞാൻ ഈ സ്റ്റൗവിൽ കെമിക്കൽസ് കൂടുതലും യൂസ് ചെയ്യാറില്ല തുടയ്ക്കാനായിട്ട്. വിംജെല്ലോ മറ്റ് സ്പ്രേ ഒന്നും ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യാറില്ല. ചിലപ്പോഴൊക്കെ യൂസ് ചെയ്യാറുണ്ട്. കൂടുതൽ എണ്ണ പിശുക്കൊക്കെ ഉള്ള സമയത്ത്, അങ്ങനെ നമ്മൾ ഫിഷൊക്കെ ഫ്രൈ ചെയ്യാറില്ലേ, അന്നത്തെ ദിവസങ്ങളിൽ മാത്രം ചെറുതായിട്ട് വിം ജെല്ലൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങനെ തുടച്ചെടുക്കുവാണ്. പക്ഷേ ഇന്ന് ഞാൻ എണ്ണ പിശുക്കൊന്നും കൂടുതലില്ല. അതുകൊണ്ട് ഞാൻ വിം ജെല്ലോ മറ്റ് സ്പ്രേ ഒന്നും ഞാൻ യൂസ് ചെയ്തില്ല. ഒരു നല്ല കോട്ടൺ തുണി വെള്ളത്തിൽ നനച്ചെടുത്തിട്ട് അതുകൊണ്ട് ഇങ്ങനെ തുടച്ചെടുക്കുവാണ്. അപ്പോൾ എൻ്റെ കിച്ചണിൽ 3 വശവും സ്ലാബാണ്. ഒരു വശം പാത്രം കഴുകാനായിട്ടും മറ്റൊന്ന് കുക്ക് ടോപ്പ്. അതുപോലെ ഓപ്പോസിറ്റ് സൈഡിൽ ഞാൻ മിക്സി വെച്ചിരിക്കുന്ന സ്ഥലമാണ്. അവിടെയാണ് ഞാൻ കുക്ക് ചെയ്ത പദാർത്ഥങ്ങളൊക്കെ വയ്ക്കുന്ന സ്ഥലമാണ്. 4ാമത്തത് പ്ലെയിനായിട്ട് ഇട്ടിരിക്കുന്ന ഏരിയയാണ്. അവിടെ കബോർഡാണ്, സ്റ്റോർ പോലത്തെ ഒരു ഏരിയയാണ്. അപ്പം 3 വശവും എനിക്ക് സ്ലാബ് ഉണ്ടായിരുന്നാലും വളരെ ചെറിയ സ്ലാബാണ്. അപ്പോൾ കൂടുതൽ സ്പേസ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഈ സ്ലാബിലൊക്കെ കൂടുതൽ ഐറ്റങ്ങളൊന്നും കയറ്റി വെക്കാറില്ല. എനിക്ക് വളരെ ബ്ലാങ്ക് ആയിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് കൂടുതൽ സാധനങ്ങളും ഞാൻ സ്റ്റോറിലാണ് വെക്കുന്നത്. സ്ലാബിൽ കൂടുതൽ ഐറ്റങ്ങൾ ഞാൻ വയ്ക്കാറ്. അങ്ങനെ കുക്ക് ടോപ്പ് ക്ലീൻ ആക്കി എടുത്തു. ഇനി അതിന് ചുറ്റിയുള്ള ഭാഗങ്ങൾ ഒന്ന് ക്ലീൻ ചെയ്യുവാണ്. അപ്പോൾ എനിക്ക് സ്റ്റൗവിൻ്റെ ബാക്ക് സൈഡിൽ വൈറ്റ് കളർ ടൈൽസാണ്. അതുകൊണ്ട് എന്നും ഞാൻ അവിടെ തുടച്ചു കൊടുക്കാറുണ്ട്. 3 സൈഡും, സ്റ്റൗവിൻ്റെ 3 സൈഡും വൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പം അത് ഞാൻ എന്നും തുടയ്ക്കാറുണ്ട്.
അതുപോലെ ചുറ്റിയുള്ള ഭാഗങ്ങളെല്ലാം നീറ്റായിട്ട് തുടച്ചു കൊടുക്കുന്നുണ്ട്. അതും നമ്മൾ എന്നും ചെയ്യുന്നതാണ്, എന്നാലും ഇന്ന് കുറച്ചുകൂടി നീറ്റായിട്ട് നല്ലോണം വിം ജെല്ലൊക്കെ ഇട്ട് തുടച്ചെടുക്കുന്നതാണ്. അപ്പം കുക്ക് ടോപ്പ് ക്ലീനായി, അതുപോലെ അതിൻ്റെ ചുറ്റിയുള്ള ഭാഗങ്ങളും നന്നായിട്ട് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സിങ്കിൻ്റെ അടുത്ത് വെച്ചിരിക്കുന്ന ഡെറ്റോളൊക്കെ ഹാൻഡ് വാഷും അതുപോലെ വിം ജെല്ലൊക്കെ വെച്ചിരിക്കുന്ന ഒരു ബോക്സ് ഉണ്ടല്ലോ, അതുപോലെ ഓയിൽ വെച്ചിരിക്കുന്ന ബോക്സ്, ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത്, എന്നും നമ്മൾ ക്ലീൻ ചെയ്യാറില്ല. അതുപോലെ സ്പൂൺ ഹോൾഡർ, ഇതൊക്കെ നമ്മൾ കൂടുതലും ക്ലീൻ ചെയ്യാറില്ല. മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ 2 മാസത്തിലൊരിക്കൽ അങ്ങനെ ക്ലീൻ ചെയ്യുന്ന ഐറ്റങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഇന്ന് ഞാൻ ക്ലീൻ ചെയ്തെടുക്കുവാണ്. എല്ലാം കഴുകിയെടുത്ത ഉടൻ തന്നെ ഞാൻ ഒരു കോട്ടൺ തുണിയുണ്ട്, അതായത് കിച്ചൺ ടവലുകൊണ്ട് ഞാൻ നന്നായിട്ട് തുടച്ചെടുത്തിട്ട് ഉടൻ തന്നെ അതിൻ്റെ ഐറ്റങ്ങളൊക്കെ എടുത്ത് വയ്ക്കുവാണ്. ഞാനിത് നല്ലോണം വിം ജെല്ലിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകിയെടുത്താൽ മതി. അല്ലെങ്കിൽ ഒരു കിച്ചൺ ടവൽ കൊണ്ട് നമുക്ക് തുടച്ചെടുത്താലും മതി. പക്ഷേ ഞാനിന്ന് കൂടുതലും തുടയ്ക്കുന്നതിനെക്കാട്ടിലും കൂടുതലും ഇങ്ങനെ വെള്ളം കൊണ്ട് കഴുകിയെടുക്കുന്നതാണ്.
അപ്പോൾ സിങ്കിൻ്റെ പണി കഴിഞ്ഞു. ഞാൻ നേരത്തെ മിക്സിയൊക്കെ തുടച്ച് വെച്ചതാണ്. അപ്പോൾ അത് അതിൻ്റെ സ്ഥലത്തിൽ ഞാൻ തുടച്ചിട്ട് ഉണങ്ങാനായിട്ട് കുറച്ച് മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ സ്ഥലത്ത് തന്നെ ഞാൻ എടുത്തു വെച്ചു. ഇനി അടുത്തതായിട്ട് അഞ്ചരപ്പെട്ടി. ഈ അഞ്ചരപ്പെട്ടി നമ്മൾ എത്ര തുടച്ചു കൊടുത്താലും എന്നും അഴുക്കാകുന്ന ഒരു ഐറ്റമാണ്. നമ്മൾ പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നനഞ്ഞ കൈ കൊണ്ട് ഇത് ഓപ്പൺ ചെയ്യുന്നതും അകത്തുള്ളത് സ്പൂൺ കൊണ്ട് എടുത്താലും പുറത്തൊക്കെ കൂടുതൽ അഴുക്ക് പറ്റുന്ന ഒരു ഐറ്റമാണ്. അതുപോലെ അകത്തും ഒന്നിലുള്ളത് ഒരു ബോക്സിലുള്ളത് മറ്റൊന്നിൽ വിതറി കിടക്കുന്നത്, അതുപോലെ മഞ്ഞൾപ്പൊടി നമ്മൾ എടുക്കുമ്പോൾ അവിടെ എവിടെ തൂവുന്നതൊക്കെ എന്നും നടക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അത് നമ്മൾ എന്നും തുടച്ചു കൊടുക്കാറില്ല, ആഴ്ചയിൽ ഒരിക്കൽ ഇങ്ങനെ തുടച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ ആഴ്ചയിൽ ഒരിക്കലാണ് ഇതൊക്കെ തുടച്ചെടുക്കുന്നത്. അപ്പോൾ അതിലുള്ള ബോക്സ് എല്ലാം പുറത്തെടുത്ത് മാറ്റിയിട്ട് അകത്ത് തൂവി കിടക്കുന്നതെല്ലാം തട്ടിയെടുത്തിട്ട് ഞാനൊന്ന് നന്നായിട്ട് തുടച്ചു കൊടുക്കുന്നുണ്ട്. അവസാനമായിട്ട് കുറച്ച് കിച്ചൺ ടവൽ നമ്മൾ എന്നും യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. ഒന്നല്ലെങ്കിൽ 2 ടവലെങ്കിലും ദിവസം നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതെല്ലാം ഞാനൊന്ന് നനച്ചെടുത്ത് വെച്ചിരിക്കുവാണ്. ഇത് ഇനി നന്നായിട്ട് ഫോൾഡ് ചെയ്തിട്ട് അതിനുള്ള ബോക്സിൽ നമ്മൾ സെറ്റാക്കി വെക്കണം. ഇത് നമ്മൾ ഇങ്ങനെ കൂട്ടിയിടാതെ ഇതുപോലെ നമ്മൾ മടിച്ചെടുത്ത് വെക്കുമ്പം നമുക്ക് എന്നും അത് യൂസ് ചെയ്യാനായിട്ട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. നമ്മൾ തുടയ്ക്കാൻ ആവശ്യപ്പെടുമ്പം തുണി എടുക്കാനായിട്ട് നോക്കുമ്പം അത് ക്ലീനായിട്ട് ഇങ്ങനെ മടിച്ചിരിക്കുമ്പോഴേ നമുക്കതെടുത്ത് യൂസ് ചെയ്യാനായിട്ട് വളരെ ഇൻട്രസ്റ്റ് തോന്നും. അതുകൊണ്ട് ഞാനിത് ഒരു ബോക്സിലാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ മറ്റൊരു ബോക്സിൽ ടിഷ്യൂ പേപ്പർ എടുത്ത് വെച്ചിരിക്കുവാണ്. അപ്പോൾ ടിഷ്യൂ പേപ്പർ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നതാണ് കൈ തുടയ്ക്കാനോ അല്ല പുറത്ത് പോകുമ്പോൾ 2-3 ടിഷ്യൂ എടുത്തുകൊണ്ട് പോകാനോ. അങ്ങനെ ഞാൻ ടിഷ്യൂ കൂടുതൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെ ടൂത്ത് പിക്കും കൂടുതൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ 2 ഐറ്റങ്ങൾ നമ്മൾ പെട്ടെന്ന് എടുക്കാനായിട്ട് അതും ഒരു ബോക്സിൽ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് നമ്മൾ സ്റ്റോറിലേക്ക് ഒന്ന് മാറ്റണം. ഇത് ഞാൻ സ്റ്റോറിലാണ് വച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇതുപോലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.